നമസ്കാരം. പ്രേക്ഷകർക്കേറെ സുപരിചിതയാണ് നടൻ ബാലയുടെ മുൻ ഭാര്യയും ഡോക്ടറുമായ എലിസബത്ത് ഉദയൻ. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ എലിസബത്ത് തന്റെ വിശേഷങ്ങളെല്ലാം പങ്കുവയ്ക്കാറുണ്ട്. ഇപ്പോഴത്തെ തന്റെ യൂട്യൂബ് ചാനലിലൂടെ എലിസബത്ത് പങ്കുവച്ച വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം. കഴിഞ്ഞ ദിവസമായിരുന്നു മലയാളികളെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി ബാലയുടെ മുൻ ഭാര്യ എലിസബത്ത് രംഗത്തെത്തിയത്. പിന്നാലെ നിരവധി പേരാണ് ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നത്. തന്നെ വളരെയധികം ബാല ഉപദ്രവിച്ചിട്ടുണ്ടെന്നും ദിവസങ്ങളോളം ഭക്ഷണം തരാതെ മുറിയിൽ പൂട്ടിയിട്ടെന്നുമാണ് എലിസബത്ത് പറഞ്ഞത്. കരൾരോഗം ബാധിച്ച് ഗുരുതരാവസ്ഥയിലിരിക്കെ തന്റെ മരണം ഏറെക്കുറെ ഉറപ്പിച്ചിരുന്നെന്നും എന്നാൽ 2 മണിക്കൂറിനുള്ളിൽ അത്ഭുതം സംഭവിച്ചെന്നും ബാല പറഞ്ഞിരുന്നു. ബാല പറയുന്നത് പലതും സത്യമാണോ എന്ന ചോദ്യവും പലരും ചോദിക്കാറുണ്ട്. അന്ന് എലിസബത്ത് പലപ്പോഴും ബാലയുടെ വിശേഷങ്ങളെല്ലാം യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ചിരുന്നു. ആശുപത്രിയിൽ കിടക്കെ രണ്ടാളും 1-ാം വിവാഹ വാർഷികം ചെറിയ രീതിയിൽ ആഘോഷിച്ചിരുന്നു. രാവും പകരുമെല്ലാം എലിസബത്ത് ബാലയ്ക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നുവെന്നാണ് പല വീഡിയോകളിൽ നിന്നും വ്യക്തമാകുന്നത്. എന്നാൽ ബാല എന്താണ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നതെന്ന് ആരാധകർ തന്നെ ചോദിച്ചിരുന്നു. അതേസമയം തന്നെ കൊടിയ പീഡനമാണ് ബാലയിൽ നിന്നും തനിക്ക് നേരിടേണ്ടി വന്നതെന്നാണ് എലിസബത്ത് പറഞ്ഞത്. ബാലയുടെ അഭിമുഖങ്ങൾക്ക് താഴെ നടനെ ന്യായീകരിച്ച് കമന്റ് ഇടുന്ന കസ്തൂരി എന്ന പ്രൊഫൈലിനെതിരെയും എലിസബത്ത് തുറന്നടിച്ചിരുന്നു. ഈ ഫേക്ക് ഐഡിക്ക് പിന്നിൽ ആരാണെന്ന് തനിക്ക് അറിയാമെന്നാണ് എലിസബത്ത് പറഞ്ഞിരുന്നത്. ഇപ്പോഴത്തെ വീണ്ടും കസ്തൂരിക്ക് മറുപടി നൽകുകയാണ് എലിസബത്ത്. മാത്രമല്ല ബാലയിൽ നിന്ന് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളും തന്റെ പുതിയ വീഡിയോയിൽ എലിസബത്ത് പങ്കിട്ടു. എനിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ എന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇതൊക്കെ പറയുന്നത്. ബാലയുടെ വീഡിയോയ്ക്ക് താഴെ അനുകൂലിച്ച് കമന്റ് ചെയ്യുന്ന കസ്തൂരിയെക്കുറിച്ച് മാത്രം പറയുന്നത് അവർ ആരാണെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ്. എന്നെ കൂടുതലായി മനസ്സിലാക്കിയ ഒരാൾ ഞാൻ സ്നേഹിച്ചയാളാണ്. പക്ഷെ അയാൾ എന്നെ സ്നേഹിക്കുന്നതിന് പകരം ഉപദ്രവിച്ചു. ഇക്കൂട്ടർ ഇപ്പോൾ ഗുണ്ടായിസം വിട്ട് കൂടോത്രം തുടങ്ങിയോ എന്നാണ് എന്റെ സംശയം. കാരണം എന്റെ പിതാവിന് അടുത്തിടെ നെഞ്ചുവേദന വന്നു, സിവിയറായി, ബ്ലോക്ക് ഉണ്ടായിരുന്നു, ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. ഇവർക്കൊക്കെ കൂടോത്രത്തിന്റെ പരിപാടി ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പ്രേതവാദം ഉണ്ടെന്ന് പറഞ്ഞ് പലപ്പോഴായി എന്നെ അപമാനിച്ചിരുന്നു. പല പൂജകളും നടത്തി. ഇല്ലെങ്കിൽ ഇറക്കി വിടുമെന്നൊക്കെ പറഞ്ഞു. നിയമപരമായി കേസുകളുമായി മുന്നോട്ട് പോകാൻ തയ്യാറാണ്. പക്ഷേ അഭിഭാഷകരോട് സംസാരിച്ചപ്പോൾ കൂടുതൽ ശക്തമായ തെളിവുകൾ വേണമെന്നൊക്കെ പറഞ്ഞു. അടി കിട്ടുമ്പോഴൊന്നും വീഡിയോ എടുത്ത് വെക്കാൻ സാധിക്കില്ലല്ലോ. പണവും പദവിയും ഉണ്ടകളും ഒക്കെ ഉള്ള ആളുകളാണ് അവർ. പലപ്പോഴും ഇവരൊക്കെ വീട്ടിൽ വരുന്നത് കണ്ടിട്ടുണ്ട്. ഇത്ര കാലം ഞാൻ ഗർഭിണിയാകില്ലെന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ കസ്തൂരി എന്ന് പറയുന്ന പ്രൊഫൈലിൽ നിന്ന് വരുന്നത് എനിക്ക് ഗർഭിണിയാകുന്നതിൽ റിസ്ക് ഉണ്ടെന്നാണ്. പണമുള്ളത് കൊണ്ടും ആണായതുകൊണ്ടും ഒക്കെയാണ് ആളെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നതെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. എനിക്ക് അച്ഛനും 2 ചേട്ടന്മാരുമുണ്ട്. നല്ല കാശുകാരായിട്ടുള്ള ആൾക്കാരുണ്ട്. ഞാൻ മാലാഖയാണെന്ന് ഞാൻ അവകാശപ്പെട്ടിട്ടില്ല. പക്ഷേ എന്നെ ഇറക്കി വിട്ടിട്ട് ഞാൻ ഗോൾഡ് ആണെന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഡിപ്രഷൻ മരുന്നുകൾ എടുക്കുന്നുണ്ട്. ഞാൻ MBBS കഴിഞ്ഞ് MDക്ക് പോകാൻ അനുവദിച്ചിരുന്നില്ല. ആളുകൾ ചോദിച്ചപ്പോൾ അവൾ MBBS തോറ്റുവെന്നാണ് പറഞ്ഞത്. രണ്ടാമത് ചോദിച്ചപ്പോൾ അടിച്ചു. എനിക്ക് അയാളുടെ സ്വത്തിലാണ് കണ്ണ് എന്നാണ് ഇവർ പറയുന്നത്. എന്നാൽ അങ്ങനെയായിരുന്നുവെങ്കിൽ ഞാൻ ആദ്യമേ വിവാഹം രജിസ്റ്റർ ചെയ്യാനല്ലേ നോക്കുക. അയാളുടെ ഇപ്പോഴത്തെ ജീവിതത്തിൽ എനിക്ക് അസൂയ ഉണ്ടാവോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ആ സന്തോഷ ജീവിതം കഴിഞ്ഞിട്ടാണല്ലോ ഞാൻ വന്നത്. ഞാനും അമൃതയും ഒരുമിച്ചല്ല. വേണമെങ്കിൽ ആലോചിക്കാം. ഇനി എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്നു പറയും. എന്റെ പേടിയൊക്കെ മാറിയെന്നും എലിസബത്ത് പറഞ്ഞു.